നമസ്തേ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തോമസ് ആൽവ എഡിസൺ എന്ന ബൾബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനായ എഡിസന്റെ ജീവിതത്തിലെ ഒരു കഥയും കുട്ടികളുടെ വളർച്ചയിൽ അമ്മമാരുടെ പങ്കും എന്ന വിഷയത്തെക്കുറിച്ചാണ്. എഡിസൺ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ പഠിക്കാൻ വളരെ മോശമായിരുന്നു. ഒരിക്കൽ അവന്റെ ടീച്ചർ അവന്റെ അമ്മയായ നാൻസി എഡിസന് ഒരു കത്ത് കൊടുത്തയച്ചു. കത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് കുഞ്ഞ് എഡിസൺ തന്റെ അമ്മയോട് ചോദിച്ചു. കത്ത് പൊട്ടിച്ചു വായിച്ചിട്ട് അമ്മ പറഞ്ഞു, "നീ വളരെ പ്രതിഭയായ കുട്ടിയാണ്. നിന്നെ പഠിപ്പിക്കാൻ മാത്രം എഫിഷ്യന്റ് ആയ ടീച്ചേഴ്സ് ഈ സ്കൂളിലില്ല. അതുകൊണ്ട് അവനെ വീട്ടിലിരുത്തി തന്നെ പഠിപ്പിക്കുക." ഇത് കേട്ട ഉടനെ ചെറിയ എഡിസൺ താൻ ഉണ്ടാക്കിയ കളിപ്പാട്ടവുമായി പൂമ്പാറ്റയോടൊപ്പം കളിക്കാൻ തോട്ടത്തിലേക്ക് പോയി. അതിന്റെ ശേഷം അമ്മ അവനെ വീട്ടിൽ തന്നെ ഇരുത്തി പഠിപ്പിക്കുകയും അവന്റെ കൗതുകം വളർത്തുകയുമായിരുന്നു. അമ്മയുടെ മരണശേഷം അമ്മയുടെ ക്യാബിനറ്റ് അടുക്കുന്ന സമയം എഡിസൺ ആ കത്ത് കണ്ട് അതെടുത്ത് വായിച്ചപ്പോൾ അവൻ കരഞ്ഞുപോയി. "നിങ്ങളുടെ മകൻ മന്ദബുദ്ധിയായ ഒരു കുട്ടിയാണ്. അവനെ പഠിപ്പിക്കാൻ ഈ സ്കൂളിലെ എന്നല്ല ലോകത്തിലെ ആർക്കും കഴിയില്ല. ദയവായി അവനെ ഇവിടെ നിന്നും കൊണ്ടുപോകുക" എന്നായിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത്. ആ കത്തിൽ എഴുതിയിരുന്നത് പോലെ അവനെ അവന്റെ അമ്മ വായിച്ചു കേൾപ്പിച്ചിരുന്നെങ്കിൽ എഡിസൺ ലോകം കണ്ട ശാസ്ത്രജ്ഞൻ ആവുകയില്ലായിരുന്നു. എന്താണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്? ഒരു അമ്മയ്ക്ക് തന്റെ മകനിലുള്ള വിശ്വാസം, അർപ്പണത്തോടെയുള്ള ട്രെയിനിങ്, പ്രോത്സാഹനം ഒക്കെയാണ്. മറ്റുള്ളവർ സംശയിച്ചപ്പോൾ പോലും അവന്റെ അമ്മ അവനെ വിശ്വസിച്ചു. ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപികയെ പോലെ അവർ അവനെ പഠിപ്പിച്ചു, കൂടെ കൊണ്ടു നടന്നു, പ്രകൃതിയെ പഠിപ്പിച്ചു, ചുറ്റുപാടുമുള്ളതൊക്കെ പഠിപ്പിച്ചു. എഡിസൺ എന്ന ശാസ്ത്രജ്ഞനാക്കി അവനെ രൂപാന്തരപ്പെടുത്തി. എഡിസൺ ഉണ്ടാക്കിയ ബൾബിലെ ടങ്സ്റ്റൺ ഫിലമെന്റ് ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി ഇന്നും ലോകമെമ്പാടും ഉപയോഗിക്കുന്നു. അദ്ദേഹം ലോകത്തിനു നൽകിയ സംഭാവന എത്ര വലുതാണ്! അതിന്റെ തുടക്കം ഒരു അമ്മയുടെ അർപ്പണ മനോഭാവത്തിൽ നിന്നാണ്. ഇന്നത്തെ ആധുനിക ലോകത്തിൽ കുട്ടികളുടെ ശരിയായ വളർച്ചയിൽ അമ്മമാർക്ക് വലിയ പങ്കുണ്ട്. അത് നാം മനസ്സിലാക്കിയാൽ നാളെ നമ്മുടെ കുട്ടികൾ എവിടെ എത്തുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എവരി സ്മോൾ എഫർട്ട് കൗണ്ട്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ബൈ.